ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി പോകാനായിട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി ഒരു ബാഗുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു ഗിഫ്റ്റ് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പണ്ട് എനിക്ക് ഡാൻസ് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു പ്രൈസാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് പറയുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശി അറിയപ്പെടുന്നൊരു ഡാൻസുകാരി ആയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഫേമസ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞാനിത് കണ്ണിൽ കൃഷ്ണമണി പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയട്ടോ. ആ സമയത്ത് അവിടേക്ക് അശ്വിൻ വരികയാണ്. അശ്വിൻ വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇത് നമ്മളെന്തായാലും സംഗീത നൈറ്റിൽ ഒരു മത്സരമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഈ ഒരു സമ്മാനം കിട്ടും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ഒരു സമ്മാനം വാങ്ങിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമ്മാനം നോക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇത് മിക്കവാറും എൻ്റെ റൂമിലിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. എൻ്റെ കുട്ടീഷന് ഒരു കൂട്ടുമായല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അതിങ്ങനെ വാങ്ങിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് എനിക്ക് പറയുന്നുണ്ട്, നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ, ഇത് ശരിക്കും എൻ്റെ കൂടെ വിദേശത്തേക്ക് വരാനാണ് യോഗം എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും കേട്ടോ. ശ്യാം ഇത് ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് അശ്വിന് വന്നിട്ട് അശ്വിന് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകണേ. ആ സമയത്ത് അശ്വിന് ഓടി വരികയാണ് കേട്ടോ ശ്രുതിൻ്റെ പിന്നിൽ കൂടെ. എന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്, മിസ് ശ്രുതികുമാരി ലക്ഷ്മി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ദൈവമേ, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കടലമിഠായിയായിട്ട് വഴക്ക് പിടിക്കും, പിണങ്ങും, വേണ്ട വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം അവിടെ നിന്ന് പോകാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രുതി നിൽക്കാതെ ശ്രുതി വേഗം തന്നെ ഓടിപ്പോകും. പിന്നീട് കാണിക്കുന്നത് ശ്രുതി അമ്മായിനെ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ പഠിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മായിക്ക് വയ്യ എന്നൊക്കെ പറയുന്നു, ഇതൊന്നൊക്കെ ടഫാണ്, ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി നിർബന്ധിച്ച് അമ്മായിനെ കൊണ്ട് ഡാൻസ് ഇങ്ങനെ കളിപ്പിക്കാൻ കേട്ടോ. 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അമ്മായിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അമ്മായി പറയുന്നുണ്ട്, വേണ്ട മോളെ, നമുക്ക് അവർ വന്നിട്ട് ചെയ്യാം, പ്രീതി അമ്മയും വന്നിട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ വരാനായിട്ട് സമയമെടുക്കും, അമ്മായി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അമ്മായിനെ കൊണ്ട് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ചെയ്യിക്കുകയാണ്. ഈ സമയത്ത് പ്രീതിയും പ്രമീളയും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ലേറ്റായതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ദൈവമേ, കടകളിലൊക്കെ എന്താ തിരക്ക്, ഞാൻ ഈ നേരത്ത് പോയത് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്, പക്ഷേ ഇപ്പോഴും നല്ല തിരക്കുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അമ്മായിയാണെന്നുണ്ടെങ്കിൽ കിതച്ചിരിക്കുകയാണ് കേട്ടോ സോഫയിൽ. രാധയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ പോയപ്പോൾ തുടങ്ങിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസാണ്, എന്നെ ഇരിക്കാനായിട്ട് ഇവൾ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ പറയും. എന്തായാലും നിങ്ങളും കൂടി വായോ എന്ന് പറയും. അപ്പോൾ പ്രീതി പറയും, ഒന്ന് പോയ പെണ്ണെ, എനിക്ക് വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാ, ഞങ്ങളെന്തായാലും കഴിച്ചിട്ട് ആവാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അമ്മായി പെട്ടെന്ന് ചാടി ഇരുന്നിട്ട്, അയ്യോ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പ്രമീള പറയും, ചോറും കറി വെച്ചിട്ടില്ലേ, രാധയല്ലേ പറഞ്ഞത് ഞാൻ വെക്കാൻ പോയപ്പോൾ രാധ വെച്ചോളാന്ന്, പക്ഷേ ആ സമയം തുടങ്ങിയിട്ട് ഈ പെണ്ണ് എന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞതാണ് അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ പ്രമീള ദേഷ്യത്തോട് കൂടിയിട്ടാണ്, നന്നായി, ഇനിയിപ്പോൾ എന്ത് കഴിക്കും. അപ്പോൾ പ്രീതി പറയാം, അമ്മ വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം എന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പ്രീതിയും പ്രമീളയും കൂടി അകത്തേക്ക് കൊണ്ടാ. അപ്പോൾ ഈ സമയത്ത് ശ്യാം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മായി ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ശ്യാമിനെ കണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഫോൺ വരുന്നുണ്ട് കേട്ടോ. 1-2 തവണയായി കോളിങ്ങനെ വരും, പിന്നെ കട്ടാവും. അങ്ങനെ സമയത്ത് അശ്വിനുമല്ല, നമ്മുടെ എനിക്കാണ് കേട്ടോ ശ്രുതിനെ വിളിക്കുന്നത്. ശ്രുതിനെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. പെട്ടെന്ന് അശ്വിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അശ്വിൻ വരുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്നു കേട്ടോ. അല്ല ബ്രോ, ഷീസ് ഓൺലൈൻ എന്നൊക്കെ പറയും കേട്ടോ. എന്താ നിങ്ങൾക്ക് എനിക്കൊന്നും അവളോട് സംസാരിക്കാനില്ലേന്ന് നോക്കി കേട്ടോ. അതല്ല, പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുമെന്ന് പറയും കേട്ടോ. മിസ് കുമാരി ശ്രുതി എന്ന് പറയും കേട്ടോ. എനിക്ക് സാറായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എനിക്ക് പിന്നെ എന്തോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ കോൾ കട്ട് ചെയ്തിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ അശ്വിൻ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അമ്മായി അവിടേക്ക് വന്നിട്ട് ശ്യാമിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ തൂക്കി പിടിച്ചിങ്ങായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നിനക്കും നാണോ മാനോ ഇല്ലേടാ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട്. അയ്യോ അമ്മായി, വിട് അമ്മായി, ആരെങ്കിലും ശ്രദ്ധിക്കും അമ്മായി, ആരെങ്കിലും കാണാം അമ്മായി, അമ്മായി എന്ത് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ.
അമ്മായി കൈ പിടിക്കാനായിട്ട് ശ്യാമ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി പറഞ്ഞിട്ട് കാണട്ടെടാ, എല്ലാവരും കാണട്ടെടാ, നീ ഈ മര്യാദ ഇല്ലാത്തവനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയട്ടെ, ഈ നാട് മുഴുവൻ അറിയട്ടെ നിൻ്റെ തനി ഗുണം എന്നൊക്കെ പറയണം കേട്ടോ. അമ്മായി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ വന്നത് പിന്നെ എന്നൊക്കെ പറയട്ടെ. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയണം, നിനക്ക് നാണില്ലേടാ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ കൊച്ചിനെ ഒളിഞ്ഞു നോക്കാനായിട്ട്? നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ ഞാൻ എല്ലാവരും മുന്നിലിട്ട് നാണം കെടുത്തും എന്നൊക്കെ പറയട്ടോ. അമ്മായി വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ ഇതുവരെ ശ്രുതിയോട് മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, മോശമായിട്ട് പെരുമാറിയിട്ടില്ല, അവളൊരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ അവളെ സ്പർശിച്ചിട്ട് പോലുമില്ല. അമ്മായി ഞാൻ എത്ര നാളിവിടെ താമസിച്ചു, അമ്മായി ശ്രുതിയോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ശ്രുതി സ്നേഹിച്ചു പോയി, എനിക്ക് അവളോട് ഇഷ്ടമാണെന്നൊക്കെ പറയട്ടെ. നിർത്തടാ നാണോ മാനില്ലാത്തവനെ, നീ മറ്റൊരു ഭാര്യയുള്ള ഒരുത്തൻ എങ്ങനെയാടാ വേറൊരു പെണ്ണിനോട് ഇഷ്ടം പറയണത്? നിനക്ക് നാണോ മാനോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയാൻ കേട്ടോ. അമ്മായി പ്ലീസ് അമ്മായി എന്നെ വിശ്വസിക്കുക അമ്മായി എന്നൊക്കെ പറയട്ടെ. ഈ വീട് മുറ്റത്ത് നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് വേഗം തന്നെ ശ്യാമിനെ ഓടിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അശ്വിനാണ് ഫോൺ എടുക്കുന്നത്. ആഹാ, നിങ്ങളാണല്ലോ ഇത്രയും നേരം ഇവിടേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ വിളിച്ചിട്ട് എന്താണ് മിണ്ടാത്തതെന്ന് പറയട്ടെ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, വിളിച്ച കാര്യം പറയും, അത്രയേ പറയുള്ളൂ. ഓ, നിങ്ങൾക്കെല്ലാവരും നിസ്സാരക്കാരാണല്ലോ, നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കണം എന്നൊക്കെയാണല്ലോ ഇത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റൂല, അങ്ങനെ ഞാൻ തോൽക്കും, അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അതെ, അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് അശ്വിൻ പറയും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ മത്സരത്തിൽ ജയിക്കുന്നത് ഈ ശ്രുതികുമാരി ലക്ഷ്മി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബെറ്റ് വയ്ക്കുകയാണ് കേട്ടോ. ബെറ്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിന് ഗോൾ കട്ട് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് ദേഷ്യപ്പെട്ട അമ്മായി ഇങ്ങനെ വരികയാണ്. നാണമാനില്ലാത്തവൻ, ഇവനൊക്കെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ പറയട്ടെ. ആരാന്ന് നോക്കിട്ടോ, നിനക്കായി ജനലുകളൊക്കെ അടച്ചിട്ടിട്ട് ഡാൻസ് ചെയ്തൂടെ, ഓരോ വായി നോക്കികൾ വന്നോളൂ മനുഷ്യനെ ശല്യപ്പെടുത്താനൊക്കെ പറയാൻ കേട്ടോ അമ്മായി. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട് ആരമ്മായിന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതറിയാത്തതിൻ്റെ കുഴപ്പം കൂടെ ഉള്ളൂ, എനിക്ക് വയ്യ, ഇവന്മാരെ കൊണ്ടൊക്കെ തോറ്റു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി അകത്തേക്ക് പോകും. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കേണ്ടത് അതാരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയും അഞ്ചിനും കൂടി കുറേ ഗോൾഡൊക്കെ സെലക്ട് ചെയ്യാണ്. ഗോൾഡ് സെലക്ട് ചെയ്യുന്നത് ഇതെങ്ങനെയുണ്ട് മുത്തശ്ശി, ഇത് അഞ്ചിനുകൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് മനോരമ വരികയാണ്. ആഹാ, എൻ്റെ മൈ ഗോഡ്, എന്നെ വിളിക്കാതെ നിങ്ങൾ ഗോൾഡ് സെലക്ട് ചെയ്യുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ ആൻറ്റിയും കൂടിക്കോളം പറയുമ്പോഴേക്കും വേഗം തന്നെ മനോരമ ഗോൾഡൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഈ ചെയ്യൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ ആകാശ് അവിടേക്ക് വരുന്നുണ്ട്. ഗോൾഡൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ അടുത്ത് കൊണ്ട് ഒരു ഗോൾഡ് ചെയ്യാൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.